ഹലോ ഡേസ്, വെൽക്കം ടു ഫിൽസ് ഡയമെൻഷൻസ്. എൻ്റെ പേര് ഫിലിപ്പ് വർഗീസ്. അപ്പോൾ നമുക്കിന്ന് ഷെയ്ഡിങ് മോഡ്സിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഞാൻ ഫയലൊന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. ഫയൽ ന്യൂ, ജനറൽ എടുത്തു ആൻഡ് ഓൺ സേവ്. സോ ബേസിക്കലി ഷെയ്ഡിങ് മോഡ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് നമുക്ക് സംസാരിക്കാം. ഇപ്പം സോളിഡ് മോഡും വയർ ഫ്രെയിം മോഡും. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ക്യൂബ് ആക്ച്വലി പറഞ്ഞാൽ സോളിഡ് മോഡിലാണ്. സോ വയർ ഫ്രെയിം മോഡ് എന്നൊരു മോഡ് കൂടിയുണ്ട്. ഷെയ്ഡിങ് എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒബ്ജക്ട്സിനെ നമുക്ക് ഈ കാണുന്ന വേൾഡിൽ അല്ലെങ്കിൽ വ്യൂ പോർട്ടിൽ വരയ്ക്കുകയോ ഡിസ്പ്ലേ ചെയ്യുകയോ ചെയ്യുന്ന ആ ഒരു രീതിക്ക് പറയുന്ന പേരാണ് ഷെയ്ഡിങ്. അപ്പോൾ പലതരത്തിലുള്ള ഷെയ്ഡിങ്സ് ഉണ്ട്. നോർമൽ മോഡിൽ പറയുമ്പോൾ സോളിഡ് മോഡ്, അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു രൂപത്തിലായിരിക്കും. രണ്ടാമത് വയർ ഫ്രെയിം മോഡ്, ഉള്ളിലോട്ട് കൂടുതൽ കാണാൻ പറ്റും. നമ്മളൊരു ന്യൂ സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോളിഡ് ഷെയ്ഡിങ് മോഡിലാണ് നമ്മൾ ഇതുവരെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് മോഡ് വയർ ഫ്രെയിം മോഡും സോളിഡ് മോഡും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളിൽ പറയാം. അതുപോലെ തന്നെ വയർ ഫ്രെയിമിൽ നിന്ന് സോളിഡ് മോഡിലേക്കും സോളിഡ് മോഡിൽ നിന്ന് വയർ ഫ്രെയിമിലേക്കും എങ്ങനെ സ്വിച്ച് ചെയ്യാം എന്നും നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ വയർ ഫ്രെയിമിൽ നിന്ന് സോളിഡ് മോഡിലേക്കോ സോളിഡ് മോഡിൽ നിന്ന് വയർ ഫ്രെയിമിലേക്കോ നമുക്ക് ടോഗിൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ടാണ് ഷിഫ്റ്റ് സെഡ് ഞാൻ പ്രസ് ചെയ്തു, വീണ്ടും ഷിഫ്റ്റ് സെഡ് ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഓരോ വട്ടം പ്രസ് ചെയ്യുന്ന സമയത്ത് തൊട്ട് മുമ്പ് ഏതാണോ അതിന് ഓപ്പോസിറ്റ്, വയർ ഫ്രെയിം ആണെങ്കിൽ സോളിഡ് ആണെങ്കിൽ വയർ ഫ്രെയിമിലോട്ട് മാറി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ വേറൊരു മോഡ് കൂടി നമുക്ക് കാണുന്നുണ്ട്. സെഡ് കീബോർഡിൽ പ്രസ് ചെയ്താൽ നമുക്ക് റെൻഡേഡ് വ്യൂ, വയർ ഫ്രെയിം വ്യൂ, സോളിഡ് വ്യൂ, മെറ്റീരിയൽ പ്രിവ്യൂ ഇത്രയും കാണാൻ പറ്റും. സോ ഇതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെൻഡേഡ് സോളിഡ് വ്യൂ ഇതാണ്, വയർ ഫ്രെയിം വ്യൂ ഇതാണ്. ഓക്കെ, സെഡ് വീണ്ടും പ്രസ് ചെയ്യുന്നു, മെറ്റീരിയൽ പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് മെറ്റീരിയൽ പ്രിവ്യൂ. സെഡ് വീണ്ടും പ്രസ് ചെയ്തു, റെൻഡേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എവിടെ കിടപ്പുണ്ടെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഈ 4 എണ്ണം നമുക്ക് നേരെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഓരോ വ്യൂ ആണ്. ഇത് വയർ ഫ്രെയിം വ്യൂ, ഇത് സോളിഡ് വ്യൂ കണ്ടോ, മെറ്റീരിയൽ പ്രിവ്യൂ. ആ 4 എണ്ണമാണ് മേളിൽ കാണുന്ന റൈറ്റ് സൈഡിൽ ടോപ്പിൽ നമുക്ക് ഇവിടെ കാണുന്ന ഈ സീൻ എന്ന് പറഞ്ഞതിന് തൊട്ട് താഴെ കാണുന്ന ഈ 4 പ്രിവ്യൂസാണ് നമുക്ക് ആക്ച്വലി സെഡ് പ്രസ് ചെയ്യുമ്പോൾ കാണുന്നത്. ഓക്കെ, വയർ ഫ്രെയിം ആണ് ഈ കാണുന്ന ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സോളിഡ് വ്യൂ ആണ്. ഇത് 4, 6, 2, 8 ആ ഒരു ഓർഡറിലാണ് പോയിരിക്കുന്നത്. ഇവിടെ 4, 6, 2, 8 ആ ഓർഡറിൽ. സോ മെറ്റീരിയൽ പ്രിവ്യൂ, റെൻഡേഡ്, വയർ ഫ്രെയിം, സോളിഡ് ഈ 4 പ്രിവ്യൂസിൽ കാണാൻ പറ്റും ഡിസ്പ്ലേയിൽ നമ്മുടെ 3D മോഡൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഈ 4 പ്രിവ്യൂസിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലൊരു ഐറ്റം കാണാം. മായയിൽ അതേപോലത്തെ ഒരു ഐറ്റമാണ് ടോഗിൾ എക്സ്റേ വ്യൂ ആണ്. സോ എക്സ്റേ വ്യൂ നമുക്ക് ആക്കാനും ടോഗിൾ ചെയ്യാനായിട്ട് മീൻസ് ഓണും ഓഫും ആക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് Alt Z ആണ്. Alt Z നമുക്കിവിടെ കാണാൻ പറ്റും. Alt Z വീണ്ടും പ്രസ് ചെയ്താൽ സോളിഡ് മോഡിൽ പോകും. Alt Z വീണ്ടും പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഓരോ വട്ടം പ്രസ് ചെയ്യുന്നതനുസരിച്ച് സോളിഡ് മോഡിൽ നിന്ന് എക്സ്റേ മോഡിലോട്ടും എക്സ്റേ മോഡിൽ നിന്ന് സോളിഡ് മോഡിലോട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാം സ്മൂത്ത് ഷെയ്ഡിങ്ങിനെ കുറിച്ചും ഫ്ലാറ്റ് ഷെയ്ഡിങ്ങിനെ കുറിച്ചും. സോ അതിന് ഞാനിപ്പം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് എന്നുള്ളൊരു മെനു കിട്ടും. അതിൽ ഞാൻ മെഷിൽ പോയിട്ട് ഒരു സ്ഫിയർ എടുക്കാം, UV സ്ഫിയർ എടുക്കാം. ആൻഡ് G പ്രസ് ചെയ്യുന്നു, അങ്ങോട്ട് മാറ്റി വെക്കുന്നു. ആൻഡ് എക്സിലാണോ നോക്കാനായിട്ട് എക്സിലിടാം, വൈയിലിടാം. ഓക്കെ, ഞാൻ വൈയിൽ പ്ലേസ് ചെയ്തു, എന്നിട്ട് ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമുക്കിവിടെ കാണാം ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കിനിയും പറയാൻ പോകുന്നത് സ്മൂത്ത് ഷെയ്ഡിങ് ആൻഡ് ഫ്ലാറ്റ് ഷെയ്ഡിങ്. സോ നമ്മുടെ ഈ ഒരു ക്യൂബ് കാണുന്നത് ഫ്ലാറ്റ് ഷെയ്ഡിങ്ങിലാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാം ഓരോ ഫേസും, ഈ ക്യൂബിൻ്റെ ഓരോ ഫേസും ഷാർപ്പ് 90 ഡിഗ്രി ആംഗിൾസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമുക്കിവിടെ മറ്റൊരു ഐറ്റം കൂടിയുണ്ട്, മറ്റൊരു 3D ഷേപ്പ് കൂടിയുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്ഫിയറാണ്, UV സ്ഫിയർ ആണെന്ന് അതിൻ്റെ ഇവിടുത്തെ പേര്. സോ UV സ്ഫിയർ ഒരു സ്ഫിയർ എന്ന് വിചാരിക്കാം. ആ സ്ഫിയറിൻ്റെ സൈഡ്സ് നമുക്ക് കാണാം. അതെല്ലാം അതിൻ്റെ ഓരോ സൈഡും ഫ്ലാറ്റാണ്. എന്ന് വെച്ചാൽ ഈ ക്യൂബും ഈ സ്ഫിയറും ഫ്ലാറ്റ് ഷെയ്ഡായിട്ടാണ് നമുക്കിവിടെ പ്രസൻ്റ് ആയിരിക്കുന്നത്. സോ ഇതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ ഫേസസ്, ഈ സ്ഫിയറിൻ്റെ ഇൻഡിവിജ്വൽ ഫേസസും കാണുന്നത് ഫ്ലാറ്റായിട്ടാണ് കാണുന്നത്. ഓക്കെ, എല്ലാ ഫേസസും ഷാർപ്പാണ്, ലൈക്ക് യു ക്യാൻ സീ ഇൻ ദ ക്യൂബ് ഹിയർ. ഓക്കെ, അപ്പോൾ ഈ സ്ഫിയറിനെ നമുക്ക് സ്മൂത്ത് ഷെയ്ഡഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഷെയ്ഡ് സ്മൂത്ത് എന്നൊരു ഓപ്ഷൻ, നമുക്ക് ഈ ഓബ്ജക്റ്റ് കോൺടെക്സ്റ്റ് മെനുവിനകത്ത് ഫസ്റ്റ് വൺ കിടക്കുന്നത് അതാണ് ഷെയ്ഡ് സ്മൂത്ത്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി.
കണ്ടോ സ്മൂത്തനായി. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഒരു സ്ഫിയറിനെ സ്മൂതൻ ചെയ്യാനുള്ളൊരു, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇതുപോലത്തെ ഫ്ലാറ്റ് ഫേസസ് ഉള്ള ഒരു ഷേപ്പിനെ സ്മൂതൻ ചെയ്യാനുള്ളൊരു ഐഡിയ, അല്ലെങ്കിൽ അതിനുള്ളൊരു ടൂള്. ഓക്കെ, പക്ഷേ ഇനിയുള്ളൊരു കാര്യം, ഞാൻ ഷിഫ്റ്റ് എ വീണ്ടും പ്രസ് ചെയ്യുന്നു. ആഡിൽ മെഷിൽ പോയിട്ട് ഒരു സിലിണ്ടർ എടുക്കുന്നു. സിലിണ്ടർ എടുത്തു, ജി പ്രസ് ചെയ്തു, വൈയിൽ പ്രസ് ചെയ്തു ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെയും നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, നേരെ ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കുന്നു. ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാം. യെസ്, വി ഹാവ് എ പ്രോബ്ലം ഹിയർ ഇൻ ദിസ് എഡ്ജ്, അല്ലെങ്കിൽ ഈ ഒരു ബോർഡറിലൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. സിലിണ്ടറിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ സ്ഫിയറിൽ കൊടുത്ത പോലെ ഷെയ്ഡ് സ്മൂത്ത് കൊടുത്തിട്ട് വർക്കൗട്ട് ആയില്ല. അപ്പോൾ ഈ സിലിണ്ടറിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, സിലിണ്ടർ ആക്ച്വലി മേൽവശം ഫ്ലാറ്റാണ്, താഴ്വശം ഫ്ലാറ്റാണ്. സൈഡിലത്തെ ഫേസസ് മാത്രമാണ് ഫ്ലാറ്റായിട്ടുള്ള ഫേസസ് ഇങ്ങനെ കയറി പോകുന്നത്, സൈഡ് വൈസ്. നമുക്ക് സൈഡ് മാത്രമാണ് സ്മൂത്തൻ ചെയ്യേണ്ടത്. സിലിണ്ടറായിട്ട് നമുക്ക് കീപ്പ് ചെയ്യേണ്ടി വരും. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ അങ്ങനെ ഷെയ്ഡ് സ്മൂത്ത് എന്നൊരു ടൂൾ വെച്ച് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കിട്ടിയില്ല. സോ അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പോകേണ്ടത് റൈറ്റ് സൈഡിൽ, ഇൻ്റർഫേസിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ഒബ്ജക്റ്റ് ഡേറ്റ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. അവിടെ പോകാം. ഇങ്ങനെ ഈ ഒരു ഗ്രീൻ കളറിൽ ട്രയാങ്കിൾ വിത്ത് ആ ഒരു വെർട്ടിസസിൻ്റെ ഒരു ഷേപ്പിൽ കാണിച്ചേക്കുന്നുണ്ടോ, ഡാറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. ഡാറ്റ പോപ്പപ്പ് ആയിട്ട് വരും, ഒബ്ജക്റ്റ് ഡേറ്റ പ്രോപ്പർട്ടീസ് എന്ന് വരുന്നുണ്ട്. സോ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഡേറ്റ പ്രോപ്പർട്ടീസ് എല്ലാം വരും. സോ അതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടത് നോർമൽസിൽ പോവുക. ഇവിടെ നോർമൽസ് ഉണ്ട്, നോർമൽസിൽ പോവുക. നോർമൽസിൽ ഓട്ടോ സ്മൂത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക സിലിണ്ടർ സെലക്ട് ചെയ്തിരിക്കുമ്പോൾ. ഓക്കെ, ഓട്ടോ സ്മൂത്ത് ക്ലിക്ക് ചെയ്തു. ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ വിതൗട്ട് വേസ്റ്റിംഗ് എനി സെക്കൻഡ്സ് നമുക്കിവിടെ കാണാം സിലിണ്ടർ റെഡിയാണ്, സെറ്റായിട്ടുണ്ട് സിലിണ്ടർ. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി എന്ന് കാണിച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ 30 ഡിഗ്രിയോ അതിനേക്കാളും താഴെയോ ഉള്ള ഏരിയാസ് സ്മൂത്തൻ ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കി വയ്ക്കേണ്ടത് നമ്മൾ. മനസ്സിലായോ? അപ്പോൾ വേറൊരു കാര്യം വെച്ചാൽ, ഇതിനകത്ത് ഷാർപ്പറായിട്ടുള്ള 90 ഡിഗ്രി ആംഗിൾസ് ഉണ്ടെങ്കിൽ, അപ്പോൾ 30 ഡിഗ്രിക്ക് മേളിലോട്ടുണ്ടെങ്കിൽ അത് ഫ്ലാറ്റ് ഷെയ്ഡായിട്ടിരിക്കണം. എന്ന് വെച്ചാൽ സിംപ്ലി പറഞ്ഞാൽ 30 ഡിഗ്രിക്ക് മേളിലോട്ടുള്ള ആംഗിൾസ് അതെല്ലാം ഡിഗ്രീസ് എല്ലാം ഫ്ലാറ്റ് ഷെയ്ഡായിട്ടിരിക്കണം. 30 ഡിഗ്രീസിന് താഴോട്ടുള്ള ഷേപ്സും ഫേസസും എല്ലാം സ്മൂത്ത് ആവണം എന്നതാണ് ഇതുകൊണ്ട് ഈ നോർമൽസിനുള്ളിലുള്ള ഓട്ടോ സ്മൂത്തിനുള്ളിലുള്ള ഐഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്മൂത്ത് ഷെയ്ഡിങ്ങിൻ്റെയും ഫ്ലാറ്റ് ഷെയ്ഡിങ്ങിൻ്റെയും കാര്യങ്ങൾ. മനസ്സിലായില്ലേ?